ഈ മനുഷ്യനെ ആരും അങ്ങനെ ഉപദേശിച്ചിട്ടില്ല, ഇതിൽ കുഴപ്പമൊന്നുമില്ല, ഇത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ മനുഷ്യനൊരു ഇൻഡിപെൻഡന്റ് ഡിപ്പെൻഡന്റ് ആണ്. ജനിച്ചു വീഴുന്ന ഉടനെ മണിക്കൂറുകൾ കൊണ്ട്, ദിവസങ്ങൾ കൊണ്ട് എനിക്ക് ഓടി നടക്കുന്ന മൃഗങ്ങളെ പോലെ അല്ലെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങളെ പോലെ മനുഷ്യൻ. മനുഷ്യൻ ജനിച്ചത് മുതൽ മനുഷ്യനെ പാലിട്ട് വളർത്താനാണ് 2 വർഷം. ബേസിക് അതിന് ചെയ്യാനുള്ള ഗൈഡൻസ് കൊടുക്കാനാണ്. അത് എത്ര വർഷം എന്നുള്ളത് കുട്ടിയുടെ ബുദ്ധിയുടെ സ്ഥിരതക്കനുസരിച്ച്. ഈ മറ്റു മൃഗങ്ങൾ, നേരത്തെ ഞാൻ പറഞ്ഞ മൃഗങ്ങളും പക്ഷികളൊക്കെ അവരുടെ ബുദ്ധിയും സ്ഥിരതയ്ക്കും അങ്ങനെ ഇതിൽ അതൊരു സിസ്റ്റം, അതിൻ്റെ ഒരു യൂണിവേഴ്സൽ സിസ്റ്റം പവർഫുൾ ആണ്. പക്ഷേ ഇത് ആരെങ്കിലും ഒക്കെ ചെയ്യണം. സ്വന്തം ഒന്നല്ലെങ്കിൽ ഒരു വളർത്തുന്നുണ്ട്, വളർത്തച്ഛനുണ്ട്, അങ്ങനെയൊക്കെ ഇരുന്ന് വളർത്തിയെടുക്കാൻ പറ്റും. എന്നാൽ പിന്നെ 15 വയസ്സാകുന്ന പൊട്ടത്തിന് ഞാൻ ചെയ്തിട്ടുണ്ട്. 15 വയസ്സിന് ശേഷം ഞാൻ വലിയ മുഖത്തിന് ചെയ്യാമെന്ന് വിചാരിക്കും. പക്ഷെ അവർക്ക് അതിനേക്കാൾ വലിയ അപകടങ്ങൾ സ്വന്തമായിട്ട് സ്വാതന്ത്ര്യമുണ്ടെന്ന് വിചാരിച്ചു അതിനും വലിയ അപകടങ്ങൾ ചെയ്യും. ഈ അപകടം ചെയ്യുന്നത് അവസാനിപ്പിക്കാൻ ഇല്ല, കാരണം സ്വാതന്ത്ര്യനാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ആരുടെ ഉപദേശത്തിന്റെ ആവശ്യം. ഈ ഉപദേശം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ, ഉപദേശം ആവശ്യമില്ലാതാവുകയും ഉപദേശം ഇഷ്ടപ്പെടാതാവുന്ന കാര്യങ്ങൾ മനുഷ്യന് പ്രായം വരുന്നു, ബോധം വരുന്നു, പക്വതയാകുന്നു. 15 വയസ്സിലേക്കുള്ള വലിയ അഡൾട്ടായി എന്നുള്ള ഒരു പൊട്ടൻ തോന്നലുകളൊക്കെ നിലനിൽക്കുന്നത്. അവിടെ നമുക്ക് സ്വാതന്ത്ര്യം എടുക്കുകയാണെന്നുള്ള മനുഷ്യന്റെ ആ ഈസി ആയിട്ടുള്ള വിചാരം മനുഷ്യൻ അതിഗംഭീരമാണ്. ഒരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ എനിക്ക് കഴിയും, പിന്നെ ഉപദേശിക്കേണ്ട ആവശ്യമില്ല. ഞാനാണ് നിങ്ങൾ പറയുന്നത്, നിങ്ങൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ പറയുന്നത്. 60 വയസ്സിൽ 65 വയസ്സിൽ 25 വയസ്സിൽ ചെയ്യുന്ന 15 വയസ്സിനേക്കാളും കുറവ് ബോധം വലുപ്പമുള്ള വീട്ടിൽ കിടക്കുന്ന വൃദ്ധ പോലെ കിട്ടുന്ന ചെയ്യുന്ന ആളുകൾ ചെയ്യുന്ന അബദ്ധം പോലും വളരെ വലിയ അബദ്ധമാണ്. അപ്പോ പ്രായം ഉണ്ടാകുന്നതല്ല പക്വം, വളരുന്നതും വളർന്നു വലുതാകുന്നതും ഒന്നുമല്ല പക്വം. 15 വയസ്സ് തികയുന്നതും അല്ല പക്വം. പിന്നെ ഉപദേശം പിന്നെ എവിടുന്നാണ് ആവശ്യമില്ല. മനുഷ്യൻ ഉപദേശം ആവശ്യമില്ല, പക്ഷെ ആവശ്യമുണ്ട്. എന്താ കാരണം? മനുഷ്യൻ ഒന്നുകിൽ മനുഷ്യരാരും ഉപദേശിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിലോസഫിയെ പിൻപറ്റുന്നു എങ്കിൽ അവിടെ നിന്നാൽ മനുഷ്യന് ഗ്രോത്തും താഴോട്ടുള്ള ഗ്രോത്തും മേലോട്ടുള്ള ഗ്രോത്തും ഒക്കെ ഐഡന്റിഫൈ ചെയ്യുന്നു. വളർച്ചയുണ്ടോ തളർച്ചയുണ്ടോ എന്ന് തീരുമാനിക്കുന്ന, അനുമാനിക്കുന്നത്, മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ തൊട്ടടുത്ത് മറ്റുള്ള കാര്യങ്ങളിൽ സൂചിപ്പിച്ചു. ഞാനിപ്പോൾ വൈറ്റ് ബോർഡിൽ വര വരച്ച് മാഡത്തിനോട് ചോദിക്കുന്നുണ്ട്, വ്യക്തമായി പറയും. അത് ചെറിയ അറിയില്ല സാർ. അപ്പൊ നസീർക്കാർ അറിവിൽ വരച്ചാൽ പറയാൻ ചെറുതാണെന്ന് ഞാൻ വേറെ വരും വലിയത്. അപ്പൊ അത് ചെറുതായി, അപ്പൊ വലിയ വര വരച്ചപ്പോൾ അത് വലിയ വരവായി. അപ്പോൾ ആരെങ്കിലും ഒരാൾക്ക് ഒരിക്കലും ആരെങ്കിലും ചെയ്തിരിക്കാം, വീണ്ടും വലിയ ഒരു വര അതിനേക്കാൾ വലിയ. അപ്പൊ ആദ്യം വരച്ച 2 വരകളും ചെറുതായി, പിന്നീട് വന്ന വര വലുതായി. അപ്പൊ ഒന്നിൽ താരതമ്യം ചെയ്യുകയും അതിനെ അനുമാനിക്കാൻ ഒരു മാനദണ്ഡം ഉണ്ടാവുകയും ചെയ്യുന്നതാണ് ഒരു കൃത്യമായ ഗ്രോത്ത് ഐഡന്റിഫൈ ചെയ്യാനും ഗ്രോത്ത് രജിസ്റ്റർ ചെയ്യാനും സാധിക്കും. അപ്പോൾ ഏതെങ്കിലും വേദഗ്രന്ഥങ്ങളിലൊക്കെ വിശ്വസിക്കണം. വേദഗ്രന്ഥങ്ങൾ ഏറ്റവും നല്ല ദൈവം ഉണ്ടെന്ന്, ദൈവം ഉണ്ടാകുന്നു, ഒന്നുമില്ലാത്ത ആൾക്കാരുണ്ട്. ഇനി ഉണ്ട് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വേദഗ്രന്ഥത്തിൽ വിശ്വസിച്ചിട്ടുണ്ട്, ആ വേദഗ്രന്ഥത്തിന്റെ അല്ലാതെ നടക്കുകയും ചെയ്യുന്നതാണ് നേരത്തുള്ളത്. അപ്പൊ വേദഗ്രന്ഥങ്ങള് മനുഷ്യന് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അടിസ്ഥാന ഫിലോസഫി പോളിസി ഉണ്ടായിരിക്കും. എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ജീവിക്കുക. ഓരോ ആളുകൾ നമ്മൾ കാണാറുണ്ട്, ഞാൻ നാട്ടിലങ്ങനെ കുറെ ആളുകൾ കണ്ടിട്ടുണ്ട്. അവര് ഒരു പർട്ടിക്കുലർ വേദഗ്രന്ഥത്തിന്റെ ആളുകൾ ജീവിക്കുകയും പിന്നീട് പല വേദഗ്രന്ഥങ്ങളും വായിക്കുകയും പഠിക്കുകയും ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് വേദഗ്രന്ഥങ്ങളെ കുറിച്ച് പഠിക്കുകയും പ്രത്യേകിച്ച് വേദഗ്രന്ഥമില്ലാത്ത ആളുകൾ പുതുതായിട്ട് വേദഗ്രന്ഥത്തെ കണ്ടെത്തുകയും ഒക്കെ ചെയ്യും. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് മനുഷ്യന് പോകാൻ പറ്റും. അപ്പൊ ഒരു ബേസിക് തിയോളജി, ഒരു ശാസ്ത്രം, ഒരു ദൈവികമായ കാര്യമോ അല്ലെങ്കിൽ ഒരു വേദഗ്രന്ഥമോ അല്ലെങ്കിൽ ഒരു ഫിലോസഫി ഒരു മനുഷ്യന് ഉണ്ടാവണം. അപ്പോൾ ഈ ഫിലോസഫി ഉപദേശിയല്ലേ? ഫിലോസഫി ഉപദേശിയല്ലേ? ആ ഫിലോസഫി ഫോളോ ചെയ്യുന്ന ഒരാൾ ഫിലോസഫിക്കലി ആ ഗ്രന്ഥം
എഴുതിയതാണ്, ദൈവത്തിൽ നിന്ന് ഇറങ്ങിയതാണെങ്കിൽ അതല്ലെങ്കിൽ അത് പ്രവാചകന്മാർ വഴി കിട്ടിയതാണെങ്കിൽ പ്രവാചകർക്ക് അനുധാവനം ചെയ്യുകയോ ഫോളോ ചെയ്യുകയോ ചെയ്യലാണ്. അവിടുന്ന് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടുന്ന് ഒരാൾക്ക് ഒരു ഉപദേശത്തെ കുറിച്ച്. അപ്പൊ എന്റെ നാട്ടിലുള്ള ആളുകൾ എന്നെ ഉപദേശിക്കരുത്, എന്റെ വീട്ടിലുള്ളവർ ഉപദേശിക്കരുത്, എന്റെ ഗുരുനാഥന്മാരെ കേൾക്കുന്നതില്ല. വീട്ടിൽ ചെന്നാൽ അമ്മയുടെ അച്ഛൻ്റെ ഉപദേശം കേൾക്കുന്നത് ഇഷ്ടമല്ലാതെ ഇന്ന് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്നിനെ ഫോളോ ചെയ്ത് തുടങ്ങിയാൽ തന്നെ നമ്മൾ വളരെ വലിയ മാറ്റമുണ്ട്. അപ്പോൾ ഫോളോ ചെയ്യേണ്ട ഉപദേശം കേൾക്കുന്ന ഉപദേശം ഉണ്ടാകും. ഒന്നുകിൽ മനുഷ്യരുടെ ഇഷ്ടമെങ്കിൽ നല്ല ഗ്രന്ഥങ്ങളെ കണ്ടെത്തി ആ ഗ്രന്ഥങ്ങളിൽ ഫോളോ ചെയ്യുന്നതിന് ഒരു മെന്റൽ കപ്പാസിറ്റി ഉണ്ടാക്കിയെടുത്ത് അതിനെ ഫോളോ ചെയ്ത് നോക്കി പമ്പിച്ച വിജയം ഉണ്ടാക്കാൻ പറ്റും. വിജയം പറഞ്ഞ നിങ്ങൾ അങ്ങനെ ഓരോ കാര്യങ്ങളും എന്തെങ്കിലും പിൻപറ്റിയാൽ ഒരുപാട് കാര്യങ്ങൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പിൻപറ്റുക എന്നുള്ളത്, ഫോളോ ചെയ്യുക എന്നുള്ളത്, ഗുരുനാഥന്മാരുണ്ടാവുക എന്നുള്ളത്, ഉപദേശിക്കാൻ ആളുണ്ടാവുക എന്നുള്ളത്, മെന്റേഴ്സ് ഉണ്ടാവുക എന്നുള്ളത്, മേധാവ് ഉണ്ടാവുക എന്നുള്ളത്, പഠനം പഠിക്കാൻ ആവശ്യമായ വേദവലങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തിൽ പറഞ്ഞു കിട്ടിയത് എഴുന്നേറ്റ് ഓടുന്ന ജനിച്ച 3-ാം മിനിറ്റിൽ എഴുന്നേറ്റ് ഓടുന്ന പ്രഥമ പക്ഷിയോട് പറഞ്ഞ വിഷയം. അപ്പോൾ ഈ രൂപത്തിൽ സിസ്റ്റമൈസ് ചെയ്ത് ഫിലോസഫിക്കലി സിസ്റ്റമൈസ് ചെയ്ത് പിന്നീട് കൊണ്ടുവരാനും പറ്റും. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ഒരു സിസ്റ്റം ഉണ്ടായേ പറ്റും എന്നതാണ് ഇതിൻ്റെ ബേസ്. അങ്ങനെ ഉണ്ടായാൽ എനിക്ക് ഉപദേശം വേണോ വേണ്ടോ എന്ന് ചോദിക്കുന്ന ഉത്തരവാദിത്വം. അപ്പോ ഉപദേശിച്ചാൽ കുഴപ്പമില്ല, ചില ഉപദേശിക്കുകയും എന്ത് പറയുന്നവരും കാണാം. എന്നെ ഉപദേശിക്കുകയും ചെയ്യരുത്, എന്റെ അടുത്തുള്ള എന്റെ കല്യാണമാവാം ഞാൻ നന്നാവൂല എന്ന് പറയുന്നവരെയും നമുക്ക് കാണാം. ചില ഭാര്യമാര് ഭർത്താക്കന്മാർ ഒരു കൺസീലർ എഴുതുന്നു, എനിക്ക് നന്നായി ഉപദേശം ഇഷ്ടമുള്ള ഭാര്യ എന്നത്. ചില കുട്ടികളെ കൊണ്ടുവരാൻ പറയും, എന്നെ നന്നായി ശ്രദ്ധിച്ചാൽ എനിക്കൊരു തെളിവിൽ തെറ്റുന്നില്ല ചെയ്യുന്നു. എന്നെ എപ്പോഴും ഉപദേശിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള സ്ഥിതി പറയുന്നത്. എന്നെ ഇങ്ങനെ ഉപദേശിക്കാൻ ഞാൻ എന്നെപ്പോഴും വിദ്യാഭ്യാസം ചെയ്യുന്നതെങ്കിൽ എനിക്ക് ഒരിക്കലും ഭാര്യയെത്തതാണ് സമൂഹത്തിന് വേണ്ടി. പക്ഷേ ഒരു കീഴൊതുക്കവും ഒരു നേതാവിനെ അനുസരിക്കുകയും ഒക്കെയാണ് ജീവിതത്തിൽ വിജയിക്കാനുള്ള ഏറ്റവും വലിയ ബേസിക് മാർഗം. അതിനൊക്കെ ആവട്ടെ ചിന്തകൾ നമുക്ക് സഹായകരമായിട്ട് വേണ്ടിയിട്ടാണ്. So wishing you all the very best. We have a great God bless. Thank you so much. Thank you, sir. Thank you, sir. Thank you.